എറണാകുളം വൈറ്റില കൊല്ലപ്പെട്ട യുവതി നേരിട്ട് ക്രൂരമായ മർദ്ദനം. വാക്കുതർക്കത്തിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി ഷാജി വെളിപ്പെടുത്തി. യുവതിയുടെ മുഖത്തും കണ്ണിലും പലതവണ ഇടിച്ചു. ബഹളമുണ്ടാക്കിയപ്പോൾ മുഖവും വായും പൊത്തിപ്പിടിച്ചുവെന്നും ഷാജി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. തിയോഫിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. തിയോഫിൻ, ഈ ഒരു കൊലപാതകത്തിന് ശേഷം സർവീസ് ഇല്ലാത്ത ട്രാക്കിൽ കൊണ്ട് ഈ മൃതദേഹം ഇട്ടതോടെയാണ് ഇതൊരു പ്രതിയുടെ ആസൂത്രണമെല്ലാം പാളിയത്. ഇന്നിപ്പോൾ ഈ പ്രതിയുമായിട്ട് തെളിവെടുപ്പ് നടത്താനാണല്ലേ പോലീസിന്റെ നീക്കം? പക്ഷേ അല്പസമയത്തിനകം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിന് ഈ വൈറ്റിലയിലേക്ക് എത്തും എന്നാണ്. വൈറ്റില മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ ട്രാക്ക്, അവിടെയാണ് ഈ കൊലപാതകം നടന്നത്. ഇന്നലെ പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം ചിങ്ങവനം സ്വദേശിയായ സുധാ ബേബിയാണ് കൊല്ലപ്പെട്ടത്. ഈ പ്രതിയായ പൊന്നുരുത്തി സ്വദേശി ഷാജി വർഷങ്ങൾ നീണ്ട പരിചയം ഇവർ തമ്മിലുണ്ടായിരുന്നു. 20 വർഷത്തോളം ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. കുറേ കാലമായി ഒരുമിച്ച് താമസിച്ചു വരികയും ചെയ്യുകയായിരുന്നു. ഇതിനിടെ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വീണു. ഈ ഷാജി മറ്റൊരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണെന്നാണ് അറിയുന്നത്. ഇയാളുടെ വീട്ടിലെ വിവരങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായത്. അങ്ങനെ ഇവരും തമ്മിലുണ്ടായ വാക്കുതർക്കം, ആ തർക്കത്തിനിടെ പ്രകോപനത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അത് മുഴുവനായി വിശ്വസിച്ചിട്ടില്ല. കാരണം ഇയാൾ കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും പ്രതി വിശദമായി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിർണായകമായത് പ്രധാനമായും ഈ അവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. ഈ പ്രതിയുടെ ഉദ്ദേശം കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ ഈ സുധാ ബേബിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുന്നു. റെയിൽവേ ട്രാക്കിൽ ഈ കഴുത്ത് തല ട്രാക്കിലേക്ക് വെച്ച രീതിയിലായിരുന്നു മൃതദേഹം കിടത്തിയിരുന്നത്. അപ്പോൾ ട്രെയിൻ വരികയാണെങ്കിൽ ഈ ട്രെയിൻ തട്ടി ഈ ബോഡി ചിന്നിച്ചിതറും. അങ്ങനെ മൃതദേഹം ഇവരുടെ ബാഗൊക്കെ ഇതിനടുത്തിട്ടിരുന്നു. അപ്പോൾ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതി നടത്തിയെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ പോലീസിന് ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ കൊലപാതകമാണെന്ന സൂചന ലഭിച്ചിരുന്നു. ഒരു ലോക്കോ പൈലറ്റ് രാവിലെ സമീപത്തെ ട്രാക്കിലൂടെ പോയ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റാണ് മൃതദേഹം കണ്ടത്. അയാൾ RPFനെ വിവരം അറിയിച്ചു. RPF മരട് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസും മരട് പോലീസും എത്തി ഇന്നലെ പരിശോധന നടത്തിയതാണ്. അങ്ങനെയാണ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മാറ്റിയത്. ആ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തന്നെ പോലീസിന് വ്യക്തമായിരുന്നത് കൊലപാതകമാണെന്ന സൂചന ലഭിച്ചിരുന്നു. തൊട്ടടുത്ത യുവതിയുടെ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇവർ ചിങ്ങവനം സ്വദേശിയായ സുധാ ബേബിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ പിടിയിലായ ഷാജി ഇയാളും ഈ കൊല്ലപ്പെട്ട സുധാ ബേബിയും പുലർച്ചെ കാറിൽ ഈ പ്രദേശത്തേക്ക് വരുന്നു. ഒരിടത്ത് കാറ് നിർത്തി ഈ കാറിൽ നിന്നിറങ്ങി ഈ സംഭവം നടന്ന ഈ പാലത്തിനടുത്തുള്ള ഭാഗത്തേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. കുറേ സമയത്തിന് ശേഷം ഇയാൾ ഒറ്റയ്ക്ക് കാറിൽ കയറി വന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ഇയാളുടെ ഷർട്ടിൽ രക്തക്കറകളുള്ളത് പോലീസിന് വ്യക്തമായിരുന്നു. ഇതോടെയാണ് ഇയാൾ കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന കാര്യം പോലീസിന് വ്യക്തമായത്. അതിനുശേഷമാണ് ഇയാളെ അന്വേഷിച്ച് പോലീസ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി. ഉച്ച കഴിഞ്ഞതോടുകൂടി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. വൈകുന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതി പറഞ്ഞത്, അതായത് ക്രൂരമായ ആക്രമണമാണ് പ്രതി യുവതിക്ക് നേരെ നടത്തിയത്. ഇവരുടെ മുഖത്തും കണ്ണിലുമൊക്കെ കൈകൊണ്ട് ഇടിച്ചു, മുഷ്ടി ഉരുട്ടി ഇടിച്ചു. അതിനുശേഷം പിടിച്ചുതള്ളിയതിനിടെയാണ് കല്ലിലേക്ക് തലയടിച്ച് യുവതി വീണത്. ഈ തലക്കേറ്റ ഗുരുതരമായ പരിക്കും ഈ മുറിവിലുണ്ടായ രക്തസ്രാവവുമാണ് പ്രധാനമായും മരണകാരണം എന്നാണ് ഇന്നലെ ലഭ്യമായ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എന്തായാലും പ്രതിയുമായി അല്പസമയത്തിനകം പോലീസ് തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും.